പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴു ഹൃദയത്തോടുകൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്നതിന് കൃപ ചെയ്തരുളണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തു സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും ബസിലിക്കകളുടെ പ്രതിഷ്ഠ അനുസ്മരിക്കുകയാണ്. വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്ക സ്ഥിതി കൊള്ളുന്നത് വത്തിക്കാനിലാണ്. വിശുദ്ധ പത്രോസിൻ്റെ രക്തസാക്ഷി സംഭരിച്ച സ്ഥലമായിട്ടാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസിൻ്റെ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് റോമിൽ നിന്ന് ഏതാനും മൈലുകൾക്കപ്പുറം പൗലോസ്ലീഹായെ വധിച്ച സ്ഥലത്തായിട്ടാണ്. ഈ രണ്ട് ബസിലിക്കകളും പണിതിരിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. ക്രിസ്തുമതത്തിലേക്കുള്ള മാനസാന്തരത്തിന് ശേഷം അദ്ദേഹം പണ്ട് വലിയ ബസിലിക്കകൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബസിലിക്കകളുടെ റോമയിലെ ഈ ബസിലിക്കകളുടെ തിരുനാൾ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പ്രാദേശിക സഭകളുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ഓരോരോ പ്രാദേശിക സഭകൾക്കൊക്കെ ആയിട്ട് അപ്പോസ്തലൻ സന്ദേശങ്ങൾ അയക്കുന്നത്. പ്രാദേശിക സഭകളുണ്ട്. നമ്മളും പ്രാദേശിക സഭകളിൽ പെട്ടതാണ്. ഒരുപക്ഷെ നമ്മളിവിടെ സ്ഥിതി ചെയ്യുന്നത് വരാപ്പുഴ അതിരൂപതയിൽ, അതൊരു പ്രാദേശിക സഭയാണ്, ഒരു രൂപതയാണ്. അല്ലെങ്കിൽ റീത്തുകളുണ്ട്, പല റീത്തുകളുണ്ട്. കേരളത്തിൽ പ്രത്യേകമായിട്ട് 3 റീത്തുകൾ കത്തോലിക്ക സഭയിലുണ്ട്. റോമാൻ റീത്ത്, സിറോമലബാർ റീത്ത്, സിറോമലറ്റിന റീത്ത്. എന്നാൽ ഇതെല്ലാം ചേർന്ന് ഏകസഭയാണ് കത്തോലിക്ക സഭ. പരിശുദ്ധ പിതാവിൻ്റെ കീഴിൽ വരുന്ന സഭയാണ് എന്ന ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ ബസിലിക്കകളുടെയൊക്കെ തിരുനാൾ ആഘോഷിക്കുന്നത്. നമ്മൾ ഏകമാണ്, എല്ലാം ചേർന്ന വലിയ ഒരു സഭ. പ്രാദേശികമായ
ദേശീയമായ അല്ലെങ്കിൽ ഭാഷാപരമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്രൈസ്തവ സഭ ഒന്നാണ്, ക്രിസ്തു സ്ഥാപിച്ച ഈ സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും എന്ന ആ ഒരു ആത്മബോധവും ആ വിശ്വാസവും ഒക്കെ ഏറ്റുപറയുന്ന ദിവസങ്ങളാണ്. പ്രത്യേകമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സഭയുടെ യൂണിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ സഭകൾ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശികമായ തലങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ഏറ്റുപറയുവാനായി പരിശുദ്ധപിതാവിന്റെ കീഴിൽ വരുന്ന ഏകസഭയാണ് കത്തോലിക്ക സഭ എന്നൊരു വിശ്വാസം ശ്രമിക്കുവാനായി നമുക്ക് കൃത്യമായിട്ട് ഇതിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരരെ, ദിവ്യരഹസ്യം കൊണ്ടാടുന്നതിൽ നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ നേരിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ ആകെയാൽ കഷ്ടമാനത്തോടും എല്ലാ മാനവന്മാരുടെ സൃഷ്ടികളോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സഭയെ അപ്പോസ്തലിക സംരക്ഷണത്തിൽ കാത്തുരക്ഷിക്കണമേ. ദൈവിക ജ്ഞാനത്തിന്റെ ആരംഭം അവർ വഴി സ്വീകരിച്ച സഭ അവർ വഴി യുഗാന്തം വരെ സ്വർഗീയ കൃപയുടെ വർധനയും സ്വീകരിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമനൈക്യത്തിൽ എന്നേയും ആജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ. ഞാൻ യോഹന്നാൻ സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറുക, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയാനുഭൂതിയിൽ ലയിച്ചു. അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെ മാണിക്യം പോലെയുമായിരുന്നു. സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ, അവയിൽ ധവളവസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെട്ടു. സിംഹാസനത്തിന് മുൻപിൽ ജ്വലിക്കുന്ന 7 ദീപന്തങ്ങൾ. ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിന് മുൻപിൽ ഒരു പളുങ്ക് കടൽ.
സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ. അവയ്ക്ക് മുൻപിലും പിൻപിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെപ്പോലെ, മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതുപോലുള്ള മുഖം, നാലാമത്തേത് പറക്കുന്ന ഒരു കഴുകനെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം. ചുറ്റിലുമുള്ള ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനത്തിന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിൻ്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവശക്തനും കർത്താവുമായ ദൈവം, സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. സർവശക്തനും കർത്താവുമായ ദൈവം, സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. സർവശക്തനും കർത്താവുമായ ദൈവം, സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. സർവശക്തനും കർത്താവുമായ ദൈവം, സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് അരുളിച്ചെയ്യുന്നു: നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കാറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജെറൂസലേമിന് സമീപത്തായി ജനങ്ങൾ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു ഉപമ പറഞ്ഞു. കാരണം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അവൻ പറഞ്ഞു: ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരുവാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരും 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവേ. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾക്കിഷ്ടമില്ല എന്ന് നിവേദനവുമായി അവരുടെ പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ വ്യാപാരം ചെയ്ത്
ഈ എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കുവാൻ അവൻ കൽപ്പിച്ചു. ഒന്നാമൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 10 കോടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. രണ്ടാമൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 5 കോടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടഭൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ പിടിക്കും. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നുവല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോട് കൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ? അവൻ ചുറ്റും നിന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവർ അവനോട്, യജമാനനെ, അവൻ 10 നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവേ. അവനിത് പറഞ്ഞതിന് ശേഷം ജെറൂസലമിലേക്കുള്ള യാത്ര തുടർന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സ്നേഹിതരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് നാണയങ്ങളുടെ ഉപമയാണ്. യജമാനൻ നാണയങ്ങൾ നൽകുകയാണ്. പക്ഷെ മത്തായിയുടെ സുവിശേഷത്തിൽ ഏകദേശം ഇതേ അർത്ഥം വരുന്ന ഉപമ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നിന്നും ചില വ്യത്യാസങ്ങളോടെയാണ് മത്തായി സുവിശേഷത്തിൽ ഈ ഉപമ വിവരിച്ചിരിക്കുന്നത്. ലൂക്കോയുടെ സുവിശേഷം നമ്മൾ കാണുന്നു 10 നാണയങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ നാണയങ്ങളാണ് നൽകുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നത് ഒരുവന് 10, മറ്റൊരുവന് 5, മറ്റൊരുവന് 1 ആയിട്ട് നൽകുന്ന യജമാനൻ. ഇവിടെ എല്ലാവർക്കും ഓരോന്ന് വിധം നൽകുകയാണ്. ഈ താലന്തുകളുടെയൊക്കെ ഉപമയിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ നാണയങ്ങളുടെ ഉപമയിൽ നമ്മൾ അർത്ഥമാക്കുന്നത് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. നമുക്ക് ഓരോരുത്തർക്കും വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. സമ്പത്തായും അനുഗ്രഹങ്ങളായിട്ട്, കൃപാവരങ്ങളായിട്ട്, ആത്മീയവരങ്ങളായിട്ട്, സ്നേഹവും കൃപയും കാരുണ്യവും ഒക്കെയായിട്ട് ഒത്തിരി നാണയങ്ങൾ നിക്ഷേപിക്കപ്പെട്ടവരാണ്, നൽകപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഇനി എന്താണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കൃപകൾ കൊണ്ട്, ഈ വരങ്ങൾ കൊണ്ട്, ഈ ദാനങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ദൈവം നൽകിയിരിക്കുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ, ദാനങ്ങൾ അത് വർദ്ധിപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവരുമായിട്ടൊക്കെ പങ്കുവയ്ക്കുവാനായിട്ടൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഈ കഥയിലെ ഈ സേവകൻ തനിക്ക് ലഭിച്ചത് അതുപോലെ തന്നെ വെച്ച് സേവകൻ ഒരുപക്ഷെ അവൻ കുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല. മറ്റു പല ഉപമകളും കാണുന്നത് പോലെ തൻ്റെ യജമാനൻ്റെ സ്വത്ത് ദുർവിനിയോഗം ചെയ്യുന്ന മോശമായ മോശനായ അല്ലെങ്കിൽ ധൂർത്തനായ ഒരു സേവകനല്ല ഇവൻ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കാണുന്നത് പോലെയുള്ള തൻ്റെ പിതാവിൻ്റെ സ്വത്തുകൾ ധൂർത്തടിച്ചവനും അല്ല, തനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ വെച്ചു. എന്നിട്ടും എൻ്റെ ദൈവം യേശു അവനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അവനിൽ നിന്നുള്ളത് എടുക്കപ്പെടുകയും അവനെ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇതിനോട് ഒരു അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ലാസറിൻ്റെ ഉപമ, ദരിദ്രനായ ലാസറിൻ്റെ ഉപമ. അവിടെ ധനികനായ ഒരു മനുഷ്യനുണ്ട്. അവന് അനുഗ്രഹം നൽകിയിട്ടുണ്ട്, സമ്പത്ത് എന്നൊരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അവൻ എന്താണ് ചെയ്യുന്നത്? ഒരിക്കലും ലാസറിനെ ഉപദ്രവിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല.
പക്ഷേ അവനും അവിടെ ശിക്ഷാവിധിക്ക് അർഹനാവുകയാണ്. അവൻ്റെ കുറ്റം, അവന് നൽകിയ അനുഗ്രഹങ്ങൾ അവൻ വേണ്ടവണ്ണം ഉപയോഗിച്ചില്ല എന്നുള്ളതായി. തനിക്ക് മുമ്പിലുണ്ടായിരുന്ന ഒന്നുമില്ലാത്ത ലാസറിനെ സഹായിക്കുവാനായിട്ടോ ഒരു താങ്ങ് നൽകുവാനായിട്ടോ ഒന്നും അവൻ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഇതുതന്നെയാണ് ഈ നാണയങ്ങളുടെ പൊമ്മയിലും വരുന്നത്. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ പല വിധേന പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ, സമ്പത്തായിട്ട്, അനുഗ്രഹങ്ങളായിട്ട്, സ്നേഹമായിട്ട്, വിദ്യാഭ്യാസമായിട്ട്, ഒത്തിരി ആത്മീയ അനുഗ്രഹങ്ങളായിട്ട്, പല വരങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വരങ്ങളെ തിരിച്ചറിയുവാനായിട്ട്, അത് നമ്മുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി ഉപയോഗിക്കുവാനായിട്ട് നൽകപ്പെട്ടതാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, വരങ്ങൾ, കൃപകൾ ഇതൊന്നും വളർത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട്, സമൂഹത്തിന് വേണ്ടി അതുകൊണ്ട് ഒന്നും ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കാം, പ്രാർത്ഥിക്കാം, ചിന്തിക്കാം, എന്തൊക്കെയാണ് എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ. ഒരുപക്ഷെ സ്നേഹിക്കാനുള്ള കഴിവായിരിക്കും, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള കഴിവായിരിക്കും, ഒരുപക്ഷെ സമ്പത്തായിരിക്കാം, പലതും പല പല കൃപകൾ, അനുഗ്രഹങ്ങൾ, സമയമായിരിക്കും, എല്ലാം ദൈവം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വേണ്ടവണ്ണം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനായിട്ട്, അത് വർദ്ധിപ്പിക്കുവാനായിട്ട്, വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കൃപയാണ് വിശ്വാസം. ആ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു, മറ്റുള്ളവരെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട്. എന്നിലൂടെ മറ്റുള്ളവരെ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നുണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാം. നമ്മൾ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാതെ, വർദ്ധിപ്പിക്കാതെ, പാഴാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാളുകളോട് വാപ്പപേക്ഷിച്ചുകൊണ്ട് ഇന്ന് കുറച്ച് തീരുമാനമെടുക്കും. നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അത് വർദ്ധിപ്പിക്കുവാനായിട്ട്, ഈ ലോകത്തിന്, സമൂഹത്തിന്, മറ്റുള്ളവർക്ക് വേണ്ടി അത് ഉപയോഗിക്കുവാനായിട്ട് കുറച്ച് തീരുമാനമെടുക്കാം. സർവശക്തനായ ദൈവമേ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, എൻ്റെ നിങ്ങളെ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാണിക്കകൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങേ കാരണത്തിനായി ഞങ്ങൾ കേടപേക്ഷിക്കുന്നു. അങ്ങനെ
അപ്പോസ്തലന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും ശുശ്രൂഷയാൽ ഞങ്ങൾക്ക് പകർന്നു നിന്ന സത്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കൽമഷരഹിതമായി നിലനിർത്തുമാറാകട്ടെ. കർത്താവായ ക്രിസ്തുവൻ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവരണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരണത്തിൻ്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരകതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമ ഫലങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അവ ഞങ്ങൾക്ക് കൃത്യമായ പെസഹരഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷങ്ങളോടുകൂടെ ആലപിക്കുന്നു. സർവവിശുദ്ധനെയും മരണമായ അംഗശക്തമായ പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കത് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നോക്കിക്കൊടുക്കപ്പെട്ട് സമരസാഗൻ പിടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാവുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേക്ക് മുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും ആക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷാപാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമൊക്കെ വ്യാപിച്ചുണ്ടാക്കുന്ന അങ്ങേ സഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂഢാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്ത് അങ്ങേ പക്കലേക്ക് വെച്ച് അങ്ങേ ദാസ് മിർട്ടൻ ഡിസൂസ, ആയർ ഡിസൂസ, ട്രീസ ജോസ് തയ്യൽപ്പേരി, ജോണി തോമസ്, ജോസഫ്, ജോസ്ഫിൻ മാത്യു, പി എൽ ആന്റണി, മേരി ആന്റണി, റോയ്, അഗസ്റ്റിൻ, വിജയ് സേവ്യർ, ജോസഫ്, മേരി, സിസിലി, പാടത്തറ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ ആന്റണി മൂഞ്ഞപ്പള്ളി, സി പി ജേക്കബ്, ചാക്കോ ഒന്നപ്പള്ളി, പി എ ജോർജ്, മരിച്ചുപോയ എല്ലാ ആത്മാക്കളും, വിൻസെന്റ്, റിച്ചാർഡ് ഡിസൂസ, റോസ് ഡിസൂസ, ഫ്രാൻസിസ് ഫെർണാണ്ടസ്, മേരി, മരിച്ചുപോയ മറ്റെല്ലാ ആത്മാക്കളെയും ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മനത്തിൽ സദൃശമായ അവിടത്തോട് ഒന്നായിത്തീർന്നവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശകൾ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മൺമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൽ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യവതി യോസേഫിനോട് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോട് കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടി, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ ഈ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായ ദിവ്യ ഉപദേശത്താൽ രൂപബോധിതരായ നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം പരിപാലനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയിൽ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോൾ പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ.
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന് പിന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഒരറിയിപ്പുണ്ട്. ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു യോഗം ഈ വരുന്ന ഞായറാഴ്ച 22/11/20 9 മണിയോടെ ദീപവിളിക്ക് ശേഷം നടത്തുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോസ്തലന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മാധ്യസ്ഥത്താൽ നയിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയല്ലോ. സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായ അങ്ങേ ജനം അവരുടെ സ്മരണയിൽ ആഹ്ലാദിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന എത്രയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. മാനവ